നമ്മളിൽ പലർക്കും ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകും, പക്ഷെ എല്ലാവരും വിജയിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം പലർക്കും മോട്ടിവേഷൻ ഉണ്ടാകും, പക്ഷെ ഡിസിപ്ലിൻ ഉണ്ടാകില്ല. നമ്മൾ പലപ്പോഴും വലിയ മാറ്റം ഒരു ദിവസം കൊണ്ട് വരണം എന്ന് ആഗ്രഹിക്കും, പക്ഷേ ജീവിതത്തിൽ അത് വർക്ക് ചെയ്യില്ല. ജീവിതം ചേഞ്ച് ആവുന്നത് ചെറിയ ചെറിയ ഡിസിഷൻസ് കൊണ്ടാണ്. നീ ഒന്ന് ഇമാജിൻ ചെയ്യൂ, നീ ദിവസവും 1 മണിക്കൂർ നിന്റെ ഫ്യൂച്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്നു. 1 വർഷം കഴിയുമ്പോൾ നിന്റെ ലൈഫ് എവിടെ ആയിരിക്കും? പക്ഷെ അത് ചെയ്യാതെ നീ ദിവസവും ടൈം വേസ്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്താൽ 1 വർഷം കഴിയുമ്പോൾ നിന്റെ ലൈഫ് എങ്ങനെയായിത്തീരും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ സ്റ്റോറി പറയാം. ഒരു സാധാരണ സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. ടോപ്പർ അല്ല, സ്പെഷ്യൽ ടാലൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്. അവൻ ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങി. ദിവസവും എക്സ്ട്രാ എഫേർട്ട്. ക്ലാസ് കഴിഞ്ഞ് അവൻ 1 മണിക്കൂർ പഠിക്കാൻ തുടങ്ങി. ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുകയും മൊബൈൽ യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അവൻ സ്ലോലി ഇംപ്രൂവ് ചെയ്തു. ആദ്യം റിസൾട്ട് ഒന്നും കണ്ടില്ല. പിന്നീട് ചെറിയ ചെറിയ ചേഞ്ച് കണ്ടു തുടങ്ങി. പിന്നീട് വലിയ ചേഞ്ചായി. അവൻ ജീനിയസ് ആയതുകൊണ്ടല്ല വിജയിച്ചത്, കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. നമ്മൾ ഏത് കാര്യവും കൺസിസ്റ്റൻ്റായി ചെയ്താൽ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയും. നിങ്ങൾ ലൈഫിൽ ഓർമ്മ വെക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്, സ്മോൾ സ്റ്റെപ്സ് പവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഡെയിലി ഉള്ള ചെറിയ ഇംപ്രൂവ്മെൻറ്റ് ലോങ് ടേമിൽ വലിയ സക്സസ് ആകും. രണ്ടാമത്, മോട്ടിവേഷൻ വരാൻ വെയിറ്റ് ചെയ്യരുത്. പലരും പറയും മോട്ടിവേഷൻ ഇല്ല, അതുകൊണ്ട് തുടങ്ങാൻ പറ്റുന്നില്ല എന്ന്. പക്ഷെ സത്യം ഇതാണ്, നീ സ്റ്റാർട്ട് ചെയ്താൽ മോട്ടിവേഷൻ ഫോളോ ചെയ്യും. മൂന്നാമത്, കമ്പാരിസൺ ഒഴിവാക്കുക. നീ മറ്റുള്ളവരെ ബീറ്റ് ചെയ്യണ്ട. നീ ഇന്നലെ ഉണ്ടായിരുന്ന നിന്നെ ബീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 5 വർഷം കഴിഞ്ഞ് നിന്റെ ലൈഫ് എങ്ങനെയായിരിക്കണം? റെസ്പെക്റ്റ് ഉണ്ടാകണോ? ഫിനാൻഷ്യൽ ഫ്രീഡം വേണോ? ഹാപ്പി ലൈഫ് വേണോ? ഇതൊക്കെ ഡ്രീം മാത്രമാകരുത്, പ്ലാൻ ആകണം, ആക്ഷൻ ആകണം. റിമെമ്പർ ദിസ് ലൈൻ: ഹാർഡ് വർക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട് തരില്ല, പക്ഷേ പെർമനൻ്റ് റിസൾട്ട് തരുന്നു. ഇന്നു മുതൽ നീ ഒരു സിമ്പിൾ റൂൾ ഫോളോ ചെയ്യുക. ഡെയിലി 1 അവർ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. ബുക്ക് വായിക്കുക, ന്യൂ സ്കിൽ പ്രാക്ടീസ് ചെയ്യുക, ബോഡി ഫിറ്റ്നസ് നോക്കുക, മൈൻഡ് സ്ട്രോങ് ആക്കുക. ഒരു ദിവസം നിനക്ക് നിന്നോട് തന്നെ പ്രൗഡ് ഫീൽ ചെയ്യും. അന്ന് നിനക്ക് മനസ്സിലാവും, നീ ഇന്നെടുത്ത ചെറിയ ഡിസിഷൻസ് ആണ് നിൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തതെന്ന്. അവസാനമായി നീ ഒന്നു മാത്രം ഓർമ്മ വെക്കൂ, നീ സ്ലോ ആയിരിക്കാം, പക്ഷെ സ്റ്റോപ്പ് ആകരുത്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ വലിയ കാര്യങ്ങൾ വേണ്ട,